എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 44ാം കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും പ്രമോഷൻ നേടിയ ജീവനക്കാർക്കുള്ള ഉപഹാര സമർപ്പണവും പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജൻ ചെറുവത്തൂർ നിർവഹിച്ചു. ഇതുപോലെ ക്ഷേമം നടപ്പിലാക്കുന്ന പ്രദേശം മതത്തിന്റെ പേരിൽ ഇവർക്ക് ഏത് മതം റോഡുണ്ടാക്കിയാൽ ഇന്ന് മതക്കാരാണ് പോവുക. തീരദേശ റോഡും മലയോര റോഡും നാഷണൽ ഹൈവേയും യാഥാർത്ഥ്യമാവുകയാണ്. ഏത് മതക്കാരാ പോവുക? സർക്കാർ സ്കൂൾ 6,80,000 വിദ്യാർത്ഥി അധികമായി വന്നു സർക്കാർ സ്കൂളിൽ. ഏതെങ്കിലും മതക്കാരാണോ പോവുക? ഏതെങ്കിലും ജാതിക്കാരാണോ പോവുക? കേരളം അടിമുടി 4 ലക്ഷം പേർക്ക് വീട് കൊടുത്തു ലൈഫ് പദ്ധതി. ഏതെങ്കിലും മതക്കാർക്ക് വേണ്ടിയിട്ടാണോ? ഒരു മതവും ജാതിയല്ല. മനുഷ്യനെ പോലെ കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും ജീവിതത്തിൽ പട്ടിണി അനുഭവിക്കാത്ത, ദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെ ഏക പ്രദേശമായി ഈ കേരളത്തെ മാറ്റിയെടുക്കുകയാണ്. അതിന്റെ പോരാട്ടത്തിൽ നമ്മളെല്ലാം. സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജസ്ന ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അതങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മള് അതെന്തുകൊണ്ട് വെച്ചാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നവരാണ് നിങ്ങളുടെ എക്സൈസ് പോലീസ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെയും എന്നെ വിളിച്ചൊരു പോലീസുകാരനാണ് പറഞ്ഞത്, എന്റെ സുഹൃത്ത് ശൈലേഷ് സാറിനോട് ഇങ്ങനെ പിന്നലാണ് പറഞ്ഞത്. ഞാൻ ഏറെ സന്തോഷമാണ്. കാരണം ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഒരുപാട് പരിപാടിക്ക് പോകുന്നതാണ്. ഈ ലഹരിന്റെ വിമുക്ത പരിപാടിക്കൊക്കെ എത്രയോ പരിപാടിക്ക് ഞാൻ പല നാട്ടിലേക്കും പോകും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം 28 കൊല്ലം കലോത്സവ വേദികളിലാണ് നാടകം, മൈവേസ് കിറ്റൊക്കെ പഠിപ്പിക്കുന്ന കലോത്സവ കുട്ടികളാണ്. അപ്പോ പിന്നെ അതുപോലെ കോളേജില്ല അവനെ ഷാജറിനൊക്കെ നല്ലൊരു സൗഹൃദമാണ്, നല്ല ബന്ധമാണ്. അപ്പൊ ഞാൻ ഈ ഒരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞ എന്റെ അഭിമാനം തന്നെയാണ്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും ബലാണ് എക്സൈസ് വകുപ്പ്. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PL ഷിബു, കണ്ണൂർ സിറ്റി പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് സിനീഷ്, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K ഷാജി, കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KT അരുൺ, കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അംഗം ജയചന്ദ്രൻ കർക്കട്ടക്കാട്ടിൽ, കേരള ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി അഫ്സൽ M അനിൽകുമാർ, നെൽസൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K കുമാർ, T സന്ദേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കണ്ണൂരിലും കേരളത്തിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജീവനക്കാരുടെ ഏക സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഇടുക്കിയിൽ വെച്ച് നടക്കും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് ജില്ലയിലെ എല്ലാ ജീവനക്കാരും പങ്കെടുക്കും. വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണത്തെ സമ്മേളനം നടക്കുന്നത്. കാരണം 43ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ചാണ് നടന്നത്. ആ സമ്മേളനത്തിൽ നമ്മുടെ ജീവനക്കാർക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന ഗ്രേഡ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഗ്രേഡ് പ്രൊമോഷൻ്റെ കാലയളവ് കുറച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രഖ്യാപനം നമുക്കുണ്ടായി. ജീവനക്കാർ ഏറെ കാത്തിരുന്ന ഒരു സ്വപ്നമാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സാക്ഷാത്കരിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് നടക്കുന്ന ഈ സമ്മേളനം ഇനിയും ജീവനക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സംഘടനയ്ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വിമുക്തി മിഷൻ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഇന്ന് ഏറെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിമുക്തി മിഷൻ്റെ വലിയ പ്രവർത്തനം എക്സൈസ് വകുപ്പാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന വകുപ്പായി എക്സൈസ് വകുപ്പിനെ മാറ്റിയെടുക്കുന്നതിന് ഈ വിമുക്തി മിഷൻ പ്രസ്ഥാനത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള പൊതുപരിപാടികളിലും എക്സൈസ് ജീവനക്കാർ ഒരു അവിഭാജ്യ ഘടകമായി വന്നത് വിമുക്തി മിഷനിലൂടെയാണ്. ആ രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തും ജില്ലയിലും KCSA നടത്തുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.